ഹായ് ഫ്രണ്ട്സ്, മിയാൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? പുതുവായിൽ നാരായണ പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? 2004 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? വിദ്യാവിനോദിനി. വെളിച്ചം ദുഃഖമായുണ്ണി തമസ്സെല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. രാമായണം എഴുതിയത് ആരാണ്? വാൽമീകി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചതാര്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത്? രാമചരിതം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? സംക്ഷേപ വേദാർത്ഥ്യം. വീണപൂവ് എഴുതിയതാരാണ്? കുമാരനാശാൻ. രമണൻ എന്ന കാവ്യം എഴുതിയതാരാണ്? ചങ്ങമ്പുഴ. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ സർദാർ കെ.എം. പണിക്കർ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാരാണ്? എം. മുകുന്ദൻ. നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? മാധവിക്കുട്ടി. മഹാഭാരതം രചിച്ചത് ആര്? വേദവ്യാസൻ. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. ആസാം പണിക്കർ എന്ന കവിതയുടെ രചയിതാവ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ജി. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി? ഓടക്കുഴൽ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര്? ഒ. വി. വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത? ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത? കമല സുരയ്യ. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ചെറുകാട്. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച നാടകം? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വാസനാവികൃതി. കുറ്റി പെൻസിൽ എഴുതിയത് ആരാണ്?
കുഞ്ഞുണ്ണി മാഷ്. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? MK സാനു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആരുടെ വരികൾ? സഹോദരൻ അയ്യപ്പൻ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? EMS നമ്പൂതിരിപ്പാട്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? കുന്തലത. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര്? പൂന്താനം. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാപ്പിളപ്പാട്ട് കവി ആര്? മോയിൻകുട്ടി വൈദ്യർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ആട്ടക്കഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ദുരവസ്ഥ. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? EMS. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച ലോകപ്രശസ്തയായ പെൺകുട്ടി? ആൻ ഫ്രാങ്ക്. ഗാന്ധിജിയുടെ മരണത്തിൽ മനംനൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം? ബാപ്പുജി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? പാട്ടബാക്കി. പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ്? K. ദാമോദരൻ. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച കൃതി ഏത്? ബാല്യകാലസഖി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കണ്ണൻ എന്ന കാളയെ കേന്ദ്ര കഥാപാത്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ചെറുകഥ ഏത്? ശബ്ദിക്കുന്ന കലപ്പ. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതാര്? ടോൾസ്റ്റോയ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏത്? കഥാബീജം. നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ്? തകഴി ശിവശങ്കരപ്പിള്ള.